ഞാനും നീയും തമ്മിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന സത്യം. പണ്ടെന്റെ രാഷ്ട്രീയ ഗുരുവും പിന്നെ എന്റെ അമ്മായിയച്ഛനുമായ മഹാദേവ വർമ്മ സാറിനൊപ്പം ഇതുപോലെ സഞ്ചരിച്ച ഓർമ്മ. അന്നത്തെ ഞാൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നീ. ഞാൻ മഹാദേവ വർമ്മ സാറിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ നീ എന്നെയും സ്നേഹിക്കുന്നു. എങ്ങനെ ഞാൻ വർമ്മ സാറിനെ രക്ഷിക്കാൻ നോക്കിയോ അതുപോലെയൊക്കെ തന്നെയാ നീ എനിക്കും രക്ഷാകവചമായി മാറുന്നതും. അയ്യോ സാറേ, മരണം വരെ വർമ്മ സാറിന്റെ പ്രതിച്ഛായക്ക് ഒരു മംഗലം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കളങ്കവും വരാതെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വർമ്മ സാറിന്റെ വിധേയനല്ലായിരുന്നു, വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മാനസപുത്രനും. സത്യത്തിൽ നീയും അങ്ങനെ തന്നെയല്ലേ? എന്റെ മാനസപുത്രനല്ലേ നീ? ഞാൻ വർമ്മ സാറിന്റെ മകളെ അങ്ങോട്ട് കയറി പ്രേമിച്ചതൊന്നുമല്ല. അവൾ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം എനിക്കിഷ്ടവുമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളോടെ കല്യാണവും നടന്നു. നീയും എന്റെ മകളെ ഇങ്ങോട്ട് കയറി സ്നേഹിച്ചല്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സത്യം പറയുമ്പോൾ നീ ഞെട്ടുന്നതിനാ. അവൾ നിന്നെ ഇഷ്ടപ്പെട്ടു, അതിലെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തെറ്റുള്ളൂ. ഞാനൊരു തമാശ പറഞ്ഞ രാജു. സത്യം പറഞ്ഞ മറ്റൊരു പുരുഷൻ താലി കെട്ടും വരെ മകളെ മറന്നുപോയ ഒരു അച്ഛനാ ഞാൻ. ഇന്ന് എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. ഞാൻ നൽകാറുന്ന സ്നേഹം ഒരുപക്ഷെ നിന്നിൽ നിന്ന് അവൾക്ക് കിട്ടി. അതാണ് നിന്റെ കൂടെ ജീവിക്കുമെന്ന് അവൾ വാശി കാണിച്ചത്. ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളല്ല രാജു, കാലപുരുഷന്റെ കൽപ്പനകളാണ്. നമ്മൾ അനുസരിച്ച് നിന്നു കൊടുക്കുന്നു. പരസ്പരം യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരെ ദൈവം ഒരുമിപ്പിക്കുന്നു. കല്യാണം സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. വർമ്മ സാർ ഇപ്പൊ നല്ല സന്തോഷത്തിലാ. പത്മാവതി മേഡത്തെ പറ്റി ചോദിച്ചാലോ? രാജു, എനിക്കൊരൊറ്റ ആശങ്കയുള്ളൂ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ മകളോട്. പക്ഷെ എനിക്കെന്നും അവൾ എന്റെ ജീവനായിരുന്നു. എന്റെ ഹൃദയാർത്താണ് നിനക്ക് ഞാൻ അവളെ തന്നിരിക്കുന്നത്. നീ അവളെ വെറുക്കുകയോ മറക്കുകയോ ചെയ്യരുത്. അതെനിക്ക് സഹിക്കില്ല.